തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർ ആർ സുഗതൻ അയോഗ്യനാകുമോ എന്ന് ഇന്നറിയാം. നിർണായക കൌൺസിൽ യോഗം അല്പസമയത്തിനകം ചേരും. സുഗതന്റെ അവധി അപേക്ഷ മേയർ കൌൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കും. അപേക്ഷയെ എതിർക്കാനാണ് LDF-ന്റെയും UDF-ന്റെയും തീരുമാനം. അവധി അപേക്ഷ വോട്ടിലിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. അവധി അപേക്ഷ പാസ്സായില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാകും. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീഷ്, വോട്ടെടുപ്പ് വേണമെന്നുള്ളതാണ് LDF UDF ആവശ്യം. മേയർ അതിന് വഴങ്ങുമോ? മധു, കഴിഞ്ഞ 2 കൌൺസിൽ യോഗത്തിലും വാഴോട്ടുകോണം കൌൺസിലർ ആർ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതെ വരുമ്പോൾ മുനിസിപ്പൽ ആക്ട് പ്രകാരം സുഗതൻ അയോഗ്യനാകും. പക്ഷേ ആ അയോഗ്യത മറികടക്കാനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 2:30 കൌൺസിൽ യോഗം ചേരുന്നത്. ഈ കൌൺസിൽ യോഗത്തിൽ അവധി അപേക്ഷ പാസാക്കിയെടുക്കണം. ഈ കൌൺസിലിൽ അവധി അപേക്ഷ വോട്ടിനിടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് വോട്ടിനിടാതെ തന്നെ അത് പാസാക്കാനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ 5 വർഷക്കാലം ഒരു കൌൺസിലറും അയോഗ്യനാകില്ല എന്നതാണ് നിലവിൽ ഇന്ന് മേയർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ അവധി അപേക്ഷ പാസാക്കിയാൽ അതിന് നിയമപരമായി നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. അതുമായി ബന്ധപ്പെട്ട തുടർ പരാതികളുമായി മുന്നോട്ട് പോകും. എന്തായാലും ഇന്ന് ചേരുന്ന കൌൺസിൽ യോഗം കലുഷിതമാകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ ചേർന്ന കൌൺസിൽ യോഗവും വലിയ യുദ്ധ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് ഉൾപ്പെടെ പോയ സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമായിരിക്കും കൌൺസിൽ ചേരുമ്പോൾ എന്തായാലും സ്വീകരിക്കുന്നത്. ഈ UDF-ഉം ഒപ്പം LDF-ഉം ഒരേ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഇല്ല. നിർണായകമായ കൌൺസിൽ യോഗം അല്പസമയത്തിനകം ചേരും.